ഹലോ എവരിവൺ. ഇൻറ്റിജേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 ഇൻറ്റിജർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റിജർ സബ്ട്രാക്ഷനും ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസും ആണ് നോക്കുന്നത്. ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷനകത്തെ രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റും പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടെ വന്നാലോ? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെയാണ് വരുന്നതെങ്കിൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ വന്നാലും പ്രോഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ -2 × 3, അപ്പം ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. ഇനി 2 × 3 6. അടുത്ത ക്വസ്റ്റ്യൻ 5 × -3. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. 5 × 3 15. അപ്പോൾ -15 ആണ് ഇതിൻ്റെ ആൻസർ. ഇനിയിപ്പോൾ രണ്ട് നമ്പർ നെഗറ്റീവ് ആണെങ്കിലോ? എങ്കിൽ അവരുടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ -2 × -3. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി 2 × 3 എന്താണ്? 6. അടുത്ത ക്വസ്റ്റ്യൻ -5 × -3. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ പോസിറ്റീവ്, കാരണം രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. അപ്പോൾ 5 × 3 15. ഇൻറ്റിജർ സബ്ട്രാക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ -2 - -3. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ എഴുതാം, -2. ഇനി ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ്. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ +3 ആയി. ഇനി -2 + 3 എന്ത് വരും? +1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -5 - 3. അപ്പോൾ ഇവിടെ രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. ഈ രണ്ടാമത്തെ നമ്പറിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം, -5 + -3. ഇനി ഇവിടെ രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അവരെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടി, -8. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റിജേഴ്സ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കാം, 2 ഉം -3. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 × -3. ഇപ്പം നമ്മൾ ഒരു നമ്പർ പോസിറ്റീവ് ആണ്, ഒരു നമ്പർ നെഗറ്റീവ് ആണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി 2 × 3 6. ഇനി രണ്ട് നെഗറ്റീവ് നമ്പർ എടുക്കാം, -3 × -5. അപ്പോൾ ഇവർ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 3 × 5 15. ഇനി നോക്കിയേ, ഈ 6 ആയാലും 15 ആയാലും രണ്ടും എന്താണ്? ഇൻറ്റിജേഴ്സ് തന്നെയാണ് അല്ലേ? നമ്മൾ രണ്ട് ഇൻറ്റിജറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയതും ഒരു ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ജനറലി പറയാം, ഇൻ ജനറൽ 2 ഇൻറ്റിജേഴ്സ് a and b, a × b is also an integer. അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. -2 × 3. ഒരു നമ്പർ നെഗറ്റീവ് ആണ്, ഒരു നമ്പർ പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈൻ നെഗറ്റീവ്. ഇനി 2 × 3 6. ഇനി ഇവർക്ക് നമ്മൾക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ 3 × -2. അപ്പോൾ 3യും 2യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ നെഗറ്റീവ്. അപ്പോൾ -2 × 3 ചെയ്താലും 3 × -2 ചെയ്താലും ആൻസർ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മൾ അവരുടെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടും നമുക്ക് ആൻസർ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ജനറലി എന്ത് പറയാം? ഇൻ ജനറൽ 2 ഇൻറ്റിജേഴ്സ് a and b, a × b = b × a. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. -2 × 3 × 5. ഞാനിവിടെ ഇവരെ രണ്ടിനെയും ഒന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ -2 × 3 -6 × 5. -6 × 5 എന്താ? -30. ഇനി
-2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇവിടെ ഞാൻ 3നെയും 5നെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പം -2 ഇൻറ്റു ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് വേണമല്ലോ ആദ്യം ചെയ്യാൻ. അപ്പോൾ 3 ഇൻറ്റു 5 15. ഈ -2 ഇൻറ്റു 15 എന്താണ്? -30 തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -2 ഇൻറ്റു 3 ഇൻറ്റു 5 ഈക്വൽ ടു -2 ഇൻറ്റു 3 ഇൻറ്റു 5. കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടും ഇവരുടെ പ്രോഡക്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സ് ഈസ് അസോസിയേറ്റീവ്. ജനറലായിട്ട് പറയാം any three integers a, b and c, a into b into c equal to a into b into c. അടുത്തതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മളൊരു നമ്പർ എടുക്കുകയാണ്, ഇപ്പോൾ 7. ഈ 7നെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറിജിനൽ നമ്പർ, അതായത് 7 തന്നെ കിട്ടണം. അപ്പോൾ എന്ത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ 7 തന്നെ കിട്ടുക? 1. ഇനി -5 എടുക്കാം. അപ്പോൾ ഈ -5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒറിജിനൽ നമ്പർ, അതായത് -5 തന്നെ കിട്ടുക? അപ്പോൾ അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്ക് -5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -5 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയാണ് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? ഇൻ ജനറൽ ഗിവൻ എൻ ഇൻറ്റിജർ a into 1 is equal to 1 into a is equal to a. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന് വേറൊരു പേര് കൂടി ഉണ്ട്, റെസിപ്രോക്കൽ. അപ്പം നമ്മളൊരു നമ്പർ എടുക്കാം 3. അപ്പോൾ 3യുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/3. ഇനി -5 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? -1/5. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1/-5 എന്നും എഴുതാം. അപ്പോൾ 1/-5 എന്ന് പറയുന്നതും -1/5 എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഇൻ ജനറൽ ഗിവൻ എൻ ഇൻറ്റിജർ a, 1/a ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി നിങ്ങൾക്കുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.